സുപ്രീം കോടതിയുടെ പല പരാമർശങ്ങളും പല വിധികളും അതിര് കടന്നു പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. നമുക്കറിയാം, അടുത്തിടെ രാഷ്ട്രപതിയുടെ ബില്ലുകൾ പാസ്സാക്കുന്നതിന് ഒരു സമയപരിധി വേണമെന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഉപരാഷ്ട്രപതി അതിനെ ഒരു ആണവ മിസൈലായിട്ടാണ്, അതായത് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള വിധികൾ, ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നതിന് ആണവ മിസൈലായിട്ടും, അങ്ങനെയെങ്കിൽ പാർലമെൻറ്റ് നിയമസഭകളുടെ ആവശ്യം എന്താണെന്നും ഒക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് വലിയൊരു വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്? അതായത് ഉപരാഷ്ട്രപതി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ആരെങ്കിലും ഇത് പറയേണ്ടതായിരുന്നു നേരത്തെ തന്നെ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാഷ്ട്രം ഭരിക്കേണ്ട ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്നിവ. അതായത് ആ ഭരണകൂടം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ, ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി സമർപ്പിക്കുന്ന രണ്ട് സഭകൾ, ലോക്സഭ, രാജ്യസഭ, കൂടാതെ ഇങ്ങേയറ്റത്ത് ഉള്ള നമ്മുടെ സെഷൻസ് കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ, എപ്പെക്സ് കോർട്ട് എന്ന് പറയും അതിന്, അതുവരെയുള്ള കോടതികൾ. ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ ഭരണം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ഇതിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്മണ രേഖകൾ നൽകിയിട്ടുണ്ട്. ആ ലക്ഷ്മണ രേഖകൾ മുറിച്ചു കടക്കുമ്പോൾ അവിടെ അപകടം സംഭവിക്കും. ട്രാഫിക് ലൈനുകൾ പോലെയാണ്. അത് മുറിച്ചു കടന്നാൽ ഉണ്ടാവുക അപകടം. ഇവിടെ അപകടമെന്ന് പറയുന്നത് ഭരണഘടനാ സ്തംഭനം. ഒരു രാജ്യത്തിൻ്റെ ഭാസുരമായിട്ടുള്ള ജനാധിപത്യം, 75 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ജനാധിപത്യം ഏതാണ്ട് അങ്ങനെ തന്നെ സഞ്ചരിച്ചിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഒരു വർഷം, ഒരു കരാള വർഷം ഒഴികെ. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, അതിൻ്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് കരുണാനിധിയാണ്. സ്റ്റാലിൻ, കരുണാനിധിയുടെ മകനായിട്ടുള്ള മുഖ്യമന്ത്രി സ്റ്റാലിൻ, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഏതോ ബില്ലുകൾ നിയമസഭ പാസ്സാക്കിയത്, ആ ബില്ലുകൾ, അതിലൊന്നിപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്ന നീറ്റ് പരീക്ഷ സംബന്ധിച്ചുള്ളതാണ്, പിന്നെ സർവകലാശാലകൾ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു തമിഴ് പക്ഷപാതം പിടിക്കുന്ന ചില ബില്ലുകൾ അത് അവിടുത്തെ അസംബ്ലി പാസ്സാക്കുമല്ലോ. സംസ്ഥാന നിയമസഭകൾക്ക് അത് പാസ്സാക്കാം. പക്ഷേ രാഷ്ട്ര താല്പര്യത്തിനും രാഷ്ട്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ വകുപ്പുകൾക്കും എതിരായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പാസ്സാക്കണോ വേണ്ടയോ എന്ന് തീർച്ചയായിട്ടും അത് ആലോചിക്കാനുള്ള സമയം ഗവർണർക്ക് വേണം. ആ ആലോചിക്കാനുള്ള സമയം അദ്ദേഹം എടുത്തത് തീർച്ചയായിട്ടും MK സ്റ്റാലിന് പിടിച്ചില്ല. അദ്ദേഹം കേസ് വഴി വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുകയും അതോട് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്തു. ആ കാര്യത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ പറയുന്നത് ഗവർണർ ആസ് ഏർലി ആസ് പോസിബിൾ, അതാണ് വേർഡിങ്സ്, ആസ് ഏർലി ആസ് പോസിബിൾ ഇങ്ങനെ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുത്ത് അറിയിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടന. അതായത് ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള നെഹ്റു, അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ ഒക്കെ ഉൾപ്പെടുന്ന 2 വർഷത്തോളം, 1 വർഷത്തിലധികം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ ഭരണഘടനയിൽ പറയുന്നതാണ്. അവരെ കീറി പരിശോധിച്ച് ഇതിൽ ഓരോ സെൻറ്റൻസും അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിച്ചാണ് ഇത് ചെയ്തത്. അങ്ങനെയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ പറ്റിയിട്ടുണ്ട്. 70-ലധികം മാറ്റങ്ങൾ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ വരുത്തിയിട്ടുണ്ട്. അത് വരുത്തുന്നത് അതെ എക്സിക്യൂട്ടീവിൻ്റെ അനുമതി കൂടി. എക്സിക്യൂട്ടീവിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടിയേ, എക്സിക്യൂട്ടീവ് അല്ല, ലെജിസ്ലേച്ചറിൽ 3/2 ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷമേ അത് പാസ്സാക്കാൻ പറ്റൂ. അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. പാർലമെൻറ്റ് അത് 3/2 ഭൂരിപക്ഷത്തോടു കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റൂ. അത്ര കനപ്പെട്ടതും വിലപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ്. ഒരു വലിയ ഭരണഘടനയിലെ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെന്നുണ്ടെങ്കിൽ പാർലമെന്റ് നിയമസഭ അംഗങ്ങൾ ഇത്തരത്തിൽ, നിയമസഭ വേണ്ട, പാർലമെന്റ് അംഗങ്ങൾ ഇത്തരത്തിൽ കൂടി ആലോചിച്ചെടുക്കുന്ന ഒരു ചർച്ച ചെയ്ത് കൂടിയാലോചന എല്ലാവരും നടക്കുക. ചർച്ച എതിർത്തും വരും, അത്തരത്തിൽ നടക്കും. പക്ഷെ അതിൽ സുപ്രീം കോടതിക്ക് ഒരു റോളുമില്ല സുപ്രീം കോടതിക്ക് അതിൽ.
അത് ലെജിസ്ലേച്ചറിൻ്റെ ഒരു കർത്തവ്യമാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന മാത്രമല്ല കർത്തവ്യം. സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയെ വിമർശിക്കാനോ അല്ലെ രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ ചെയ്യണമെന്ന് പറയാനും യാതൊരു റോളുമില്ല. അതെ, രാഷ്ട്രത്തിൻ്റെ തലവൻ ആയിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും സുപ്രീം കോടതിക്ക് അക്കാര്യത്തിൽ ഇടപെടാൻ യാതൊരു വിധമായിട്ടുള്ള അവകാശങ്ങളും ഇല്ലാത്തത്. അതാണ് ഈ പറഞ്ഞ ലക്ഷ്മണ രേഖകൾ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാലിൻ കൊടുത്ത ഈ ഒരു ഹർജിയുടെ പേരിൽ പറഞ്ഞിരിക്കുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത്. ഇതിൽ ഓരോ വാക്കും വിലപ്പെട്ടതാണ്. ഭരണഘടനയാണ്, ഓരോ വാക്കിനും മൂല്യമുണ്ട്, ഭരണഘടനാ മൂല്യമുണ്ട്. നോക്കൂ, ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്, പോസിബിൾ. അല്ലാതെ ഇത് അവരെല്ലാം വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഡോക്ടർ അംബേദ്കർ ഇതിനെക്കുറിച്ചൊക്കെ വലിയ അറിവുള്ള ജീനിയസാണ്, ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും. നിയമവകുപ്പ് മന്ത്രിയായിട്ടിരുന്നുള്ള ഇരുന്നിട്ടുള്ള ആളാണ് കേന്ദ്രത്തിൻ്റെ. അദ്ദേഹത്തിന് അറിയാം, ഒരു കുഴപ്പവും അദ്ദേഹം കണ്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് വെച്ചിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാം, ഒരു ടൈം ഫ്രെയിം നിശ്ചയിക്കാത്തത്. ഭരണഘടനയ്ക്ക് അങ്ങനെ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ഒരു ടൈം ഫ്രെയിം കൊടുക്കാൻ അധികാരമില്ല. ആത്യന്തികമായിട്ട് അത് തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ ഗവർണർ ഇത് അനുസരിക്കുന്നില്ല സുപ്രീം കോടതിയുടെ ഈ വിധി. സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. പിടിച്ച് ജയിലിടാൻ പറ്റുമോ ഗവർണറെ? ഒന്നുമില്ല. സ്റ്റാലിൻ അവിടെ സ്വയം നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ സ്വയം അവിടെ പാസ്സാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു ഡമ്മി ആയിട്ട് ഗവർണർ ഇരിക്കേണ്ടുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ പോകുന്നത്. അതെ അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് രാഷ്ട്രപതിയെയോ ഈ സുപ്രീം കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുകയില്ല. അതാണ് രാഷ്ട്ര തലവന്. അതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഈ രണ്ട് രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുമ്പോൾ വെറും ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയല്ലേ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ അതെ അവരുടെ അധികാര സീമയിലേക്കുള്ള ഒരു കടന്നുകയറ്റം, ഉല്ലംഘനം. ആ ഉല്ലംഘനം നടത്തിയിരിക്കുന്ന അതിർത്തി വഴിയല്ല, ആണവ മിസൈൽ വഴി അങ്ങോട്ട് കയറിയ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് മാറ്റിയിട്ട് ആസ് സൂൺ ആസ് വിതിൻ 3 months എന്നുള്ളതാക്കിയിരിക്കുന്നു സ്പിരിറ്റിൽ. അത് ആസ് സൂൺ ആസ് പോസിബിളിന് ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് 3 മാസത്തിനകം. അതെങ്ങനെ ശരിയാവും? എന്തുകൊണ്ട് ഇത് 2 മാസമാക്കിക്കൂടാ? 3 മാസം എന്നുള്ള കണക്ക് എവിടുന്ന് വരുന്നു? എവിടുന്ന് കിട്ടുന്നു? ആര് പറഞ്ഞു? 2 ആഴ്ച എന്നുള്ള കണക്കാണെങ്കിൽ അതെങ്ങനെ വരുന്നു? അങ്ങനെ ഒരാളുടെ ബുദ്ധി അനുസരിച്ചും ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചും തൽക്കാലം ഇന്നിരിക്കുന്ന ഒരു ജഡ്ജിയുടെ, സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ, ആ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാറ്റാവുന്ന ഒരു സാധനമാണോ ഭരണഘടനയിലെ ഒരു വാക്യം? അവിടെ തീർന്നു. ഇതിൻ്റെ സുപ്രീം കോടതി അത് വ്യാഖ്യാനിച്ച രീതിയിൽ സാരമായിട്ടുള്ള ധാരണാപിശക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയുമ്പോഴും സ്റ്റാലിൻ്റെ ഒരു ബില്ലുകൾ, അതായത് സ്റ്റാലിൻ തന്നെ അത് അവരുടെ നിയമസഭ കൂടിയാലോചിച്ച് അവർ ഇപ്പോൾ തമിഴ്നാട് ഒരു പ്രത്യേക രാഷ്ട്രമാക്കണം എന്നൊക്കെ ഉള്ള ഒരു മന്ദബുദ്ധിതരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ സ്റ്റാലിൻ ഇടയ്ക്ക് നടത്തിയിരുന്നു. അപ്പോൾ സ്വന്തം രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ വളരെയധികം ബാധിക്കത്തില്ല. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും, ഇപ്പോൾ കേരളം ആണെങ്കിലും ബീഹാർ, ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിന്നെ പാർലമെന്റ്, നിയമസഭ അല്ലെങ്കിൽ ജുഡീഷ്യറി, സർ പറഞ്ഞ ഈ 3 തൂണുകൾ ശരിക്കും നിലംപരിച്ചാവുകയല്ലേ ചെയ്യും. സത്യമാണ്. ദുഷ്യന്ത് ദുബെ എന്ന് പറയുന്ന വക്കീൽ അത് പറയുകയും ചെയ്തു. അതായത് പിന്നെന്തിനാ പാർലമെൻറ്റും പൂട്ടിയിടാം, പിന്നെ ഈ എക്സിക്യൂട്ടീവും പൂട്ടിയിടാം, മന്ത്രിമാരും വേണ്ട, സുപ്രീം കോടതി തന്നെ അങ്ങ് ഭരണഘടന വ്യാഖ്യാനിച്ചാൽ ഭരണവും നടത്തിയാൽ മതിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. വാസ്തവല്ലേ അത്? അപ്പൊ ഇനിയിപ്പോ സ്റ്റാലിന്റെ കാര്യത്തിലും മറ്റുള്ള ഗവർണർ, ഇപ്പൊ നമ്മുടെ കേരളത്തിലും പല ബില്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് തോന്നിക്കൂടാന്നില്ല, ഇത്തരത്തിൽ സുപ്രീം കോടതി ഇങ്ങനെ വിധി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള വിധികൾ വരുമ്പോൾ ഏറ്റവും അവസാനം എല്ലാവരും ആശ്രയിക്കുന്നത് സുപ്രീം കോടതിയാണെന്നും, പാർലമെന്റ് നിയമസഭയൊക്കെ മാറ്റി നിർത്തുന്നു, രാഷ്ട്രപതിയെ മാറ്റി നിർത്തി, ഗവർണറെ മാറ്റി നിർത്തി സുപ്രീം കോടതിയുടെ ഒരു വിധിക്കായിട്ട് കാത്തിരിക്കുന്ന തരത്തിൽ വരുമ്പോൾ അത് ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മാറ്റങ്ങളും വിധിയായിട്ട് വരുന്നത് കുഴപ്പമില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ അധികാരപരിധി എന്നുകൊണ്ടായിരിക്കണം. ഇത് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ മാത്രമേ ഉള്ളൂ സുപ്രീം കോടതിക്ക് അധികാരം. അതാണ് ഭരണഘടന പറയുന്നത്. ഇത് വ്യാഖ്യാനിക്കുകയല്ല, അതിനകത്ത് പുതുതായിട്ട് ഈ 3 മാസം എന്നുള്ളൊരു വകുപ്പ് ചേർത്തു. അത് ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. ഒരിടത്തും ഭരണഘടനയിൽ ഒരിടത്തും പറയാത്ത ഒരു അവകാശം അവരെടുത്ത് ഉപയോഗിച്ചു. ഫലമെന്താ? ഇപ്പോൾ സ്റ്റാലിൻ അത് ആഘോഷിക്കുകയാണ്. കാരണം ഗവർണറുടെ ഒപ്പിടാതെ തന്നെ, അത് ബില്ലായ രാഷ്ട്രപതിയുടെ ഒപ്പില്ലാതെ തന്നെ രാഷ്ട്രപതിയെ അവരെ അരുക്കിലേക്ക് ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ബില്ലാക്കി പാസ്സാക്കി അവിടെ ആഘോഷിച്ച് അത് നടപ്പാക്കുക. ഇനിയിപ്പോൾ നാളെ, ഇത് കുഴപ്പമില്ലാത്ത ബില്ലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോൾ നാളെ തമിഴ്നാട് ഗവൺമെൻറ് സ്വയംഭരണം പ്രഖ്യാപിക്കുന്നു, ഞാൻ തമിഴ്നാടിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നു എന്ന് സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ പണ്ട് പറഞ്ഞതുപോലെ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ, നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും അതങ്ങ് സ്ഥിരമാകും. മമതാ ബാനർജി പറയുന്നു, ഞാനൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശുമായിട്ട് ചേർന്നുകൊണ്ട് ഉണ്ടാക്കുകയാണ് പഴയ ബംഗാൾ, സ്വർണ്ണ ബംഗാൾ ആക്കുകയാണ്
എന്ന് പറഞ്ഞ് പാസ്സാക്കും. 3 മാസം കഴിയുമ്പോൾ അത് അവരവിടുത്തെ പ്രധാനമന്ത്രിയായി. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഒമർ അബ്ദുള്ള അതിന് മുതിരില്ല. വേറെ ആരെങ്കിലുമാണ്, PDP പാർട്ടിയുടെ ആരെങ്കിലും ആണെങ്കിൽ അവർ പറയും പാകിസ്ഥാനിലേക്ക് ഞങ്ങളങ്ങ് ചേരുകയാണ്. 3 മാസം കഴിയുമ്പോൾ അത് അങ്ങനെ ആയി തീരുകയില്ലേ? ഇതിനെക്കുറിച്ചൊരു ഒരു വിചാരമില്ലാതെ ചെയ്തു കഴിയുമ്പോൾ ഈ 140 കോടി വരുന്ന ജനങ്ങളാണ് വി ദ പീപ്പിൾ എന്ന് പറയുന്നത്. ആ പീപ്പിളിൻ്റെ അവകാശത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് നടന്നിരിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിപ്പം അതിനെ എതിർക്കുന്നവർ രാഷ്ട്രീയമാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, BJP ഒന്ന് തളർത്താൻ വേണ്ടിയും തകർക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ. നാളെ നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിലും നടപ്പാവും. ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് ഇങ്ങനെ ഓരോരോ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ട് കേന്ദ്രവുമായിട്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഞങ്ങൾ പ്രത്യേകമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേക കൂടി പ്രത്യേക ഗാനം, ഇപ്പോൾ പല സംസ്ഥാനങ്ങൾക്കും സ്വന്തം ഗാനങ്ങളുണ്ട്, ആ രീതിയിൽ അങ്ങ് പോകും. നമ്മുടെ നെഹ്റുവും നമ്മുടെ മഹാത്മാഗാന്ധിയും എല്ലാം കൂടി കഷ്ടപ്പെട്ട് പടുത്തു നിർത്തിയ ഈ രാഷ്ട്രമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം പോലെ രാഷ്ട്രമല്ലാതെ വെറും ഒരു സംഭാഷണമായിട്ട് മാറും. ആ സംഭാഷണം എന്ന് പറയുന്നത് സൗഹൃദപരമായ സംഭാഷണമായിരിക്കില്ല, അത് തനി വഴക്ക് തന്നെയായിരിക്കും, വക്കാണവുമായിരിക്കും. അങ്ങനെയാണോ വേണ്ടത് എന്ന് ഇതിനെ വിമർശിക്കുന്നവർ ഒന്നുകൂടി തലയിൽ ശരിക്കും പറഞ്ഞാൽ ത്രിഫലാദി എണ്ണ തേച്ചുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്.